രാവിലത്തെ പതിവ് പൂജകളെല്ലാം കഴിഞ്ഞ് ഇന്ന് ദേവിക്ക് ഒരു ഹാരം കെട്ടാൻ വേണ്ടി ഇരുന്നു. ഓണായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹാരങ്ങളൊന്നും കിട്ടാനില്ല കേട്ടോ. അപ്പൊ അമ്പലത്തിൽ നിന്ന് പൂവും പറിച്ച് ഞാനൊരു ഹാരം കെട്ടാൻ തുടങ്ങി. ഈ പൂവിന്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ദേവിക്ക് മാത്രം കെട്ടാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്ക് അമ്മ കുറച്ച് എരിക്കും പൂ പറിച്ചുകൊണ്ടു കേട്ടോ. അപ്പൊ ഇതാട്ടോ എരിക്കും പൂ കൈ കൊണ്ട് കെട്ടുകയല്ല ചെയ്തത്, സൂചിയിൽ കോർത്താട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവിയുടെ ഹാരം ഇതാണ് കേട്ടോ. ഭഗവാന് കെട്ടിയ മാല ഇതാണ് കേട്ടോ. അങ്ങനെ കെട്ടിയ മാല ഒരു പാത്രത്തിലാക്കി നേരെ കിണറ്റിന്റെ മുടി പോയി പെട്ടെന്ന് കഴുകിയെടുത്തു. ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ച് കിട്ടിയ ദക്ഷിണയും പറക്കി നേരെ. അതുപോലെ വന്നോണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഒരു ട്രാൻസിഷൻ അങ്ങ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ശേഷം തംബ്നെയിലിന് വേണ്ടി പോസ്റ്ററെല്ലാം എടുത്ത് ഓരോ ഫോട്ടോസ് സെറ്റ് ചെയ്ത് നേരെ മടത്തി ഇറങ്ങി കേട്ടോ. അപ്പൊ ഇന്നാണ് നമ്മുടെ ക്ലബ്ബിൽ ഓണാഘോഷ പരിപാടികൾ. ലുലുമാൾ വഴി ഇന്ന് പോയി നല്ല തിരക്കായിരുന്നു ലുലുമാൾ. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ഇന്ന് ലുലുമാൾ വന്നിട്ടുണ്ട് കമന്റ് ചെയ്യട്ടോ. ഇന്ന് കഴക്കൂട്ടം വഴി കേട്ടോ പോയത്. അവിടെ നേരെ കഴക്കൂട്ടത്തുള്ള അശ്വസിൽസ് കയറി കേട്ടോ. ഒരു നേരെ തോർത്ത് മേടിക്കാൻ കയറി കേട്ടോ. അപ്പൊ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കസ്റ്റമർ സർവീസും അതുപോലെ നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ അശ്വസിൽസിൽ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനെ അവിടുത്തെ ഈ ഒരു നേരെ തൊടുത്ത് നേരെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ക്ലബ്ബിൽ എത്തിയോ. അപ്പൊ എത്തിയപ്പോൾ കലമടി മത്സരം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ 11 മണിയായി എത്തിയപ്പോൾ ജൂനിയേഴ്സിന്റെയും സബ് ജൂനിയേഴ്സിന്റെയും സീനിയേഴ്സിന്റെയും കഴിഞ്ഞ ശേഷം ഇവിടെ സൂപ്പർ സീനിയേഴ്സിന്റെ കലമടി മത്സരം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും എന്നെയും പിടിച്ച് കയറ്റി കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരാളെടുത്ത വീഡിയോ ഏകദേശം കലത്തിന്റെ അടുത്തത്തെ അടിച്ചത് റോട്ടിലായി പോയി. വേറെ ചേട്ടനെ എടുത്ത് പൊക്കി കറക്കുന്ന രംഗമാട്ടോ നിങ്ങൾ കാണുന്നത്. ചേട്ടക്കടുത്ത് പിടയ്ക്കുന്ന കലാകായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ അമ്മ കടലപ്പായസം വെച്ചോണ്ടിരിക്കുക കേട്ടോ. കുറി വന്ന് ബാക്കി പാലൊഴിച്ച് ഇടയ്ക്ക് സെറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ ഇടയ്ക്കുന്ന കൈ വെച്ച് എന്താണെന്നറിയില്ല, അമ്മമാർ വെക്കുന്ന പായസം ആവട്ടെ എന്ത് സാധനം ആവട്ടെ അതിനൊരു പ്രത്യേകവും മണോ രുചിയൊക്കെ കേട്ടോ. അപ്പൊ എനിക്ക് നല്ല മണം കിട്ടി. അപ്പൊ ഞാനൊരു ക്ലാസ് എടുത്ത് കുടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ നല്ല ചൂടാട്ടോ. അവിടെ നോക്കിയപ്പോൾ അനിയത്തി ഓണം മൂഡ് പാട്ടിട്ട് കേട്ടോ. പിന്നെ അത് കേട്ടപ്പോൾ ഒന്ന് മൂടായി. എന്നിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പോയത്. വേറെ എവിടെയും പോയതല്ല, കുറച്ച് പായസം എടുത്ത് അതുപോലെ പുറത്തിറങ്ങി കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അമ്മയുടെ പായസം കൊണ്ട് പറഞ്ഞല്ലേ എന്റെ പൊന്നെ എന്ത് ടേസ്റ്റാന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അമ്മമാരുടെ അങ്ങനെ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ ഫുഡിനാവട്ടെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത ഇവിടെ കാണാം. ബൈ.